ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി അവിൽ മിൽക്കാണ്. അത് നമ്മുടെ ചൂടിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്കിപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ നമുക്ക് അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിൽ മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പികൾ പരിചയപ്പെടുത്തി തരാം. നെൽക്കടലാണ് ഇത്. ഞാൻ ഓരോ കപ്പ് വീതം ഇവിടെ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ ഷുഗർ, അവിൽ, പിന്നെ പഴം, ഇത് മൈസൂർ പഴമാണ്, പിന്നെ ബൂസ്റ്റ് പൊടി, പിന്നെ മിൽക്ക്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ മൈസൂർ പഴം എടുത്തിട്ട് രണ്ടായി മുറിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 ടേബിൾ ഷുഗർ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ നമുക്കത് നന്നായിട്ട് സെറ്റായി അലിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ചൂടാണ് ഇപ്പം, അപ്പോൾ അതൊന്ന് ഈ ചൂടത്തൊക്കെ ഇത് കഴിക്കാൻ നല്ല സുഖമാണ്. ഇത് പല വീടുകളിലും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയപ്പം അത് നിങ്ങൾക്കും ഒന്ന് ഷെയർ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇതാണ്. നമുക്കിതിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഉള്ളവർക്ക് അതൊക്കെ വെച്ച് ആഡ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് അവിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം, എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അവിലായാലും പഴമായാലും ഷുഗർ ആവശ്യത്തിനായാലും എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് എടുക്കാം. ഞാൻ നെക്സ്റ്റ് അവിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ്സിലേക്കുമായിട്ട് അവിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ നെൽക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ നെൽക്കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കായിട്ടും നെൽക്കടല ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളിതിലേക്ക് അടുത്തത് മിൽക്കാണ്, പാൽ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. നല്ല തണുപ്പിച്ച പാലാട്ടോ, നല്ല തണുത്ത പാൽ വേണം നമ്മളിതിന് യൂസ് ചെയ്യാൻ. അപ്പോഴേ നമുക്കൊരു കുടിക്കുമ്പോഴൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നല്ല തണുത്ത പാൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് നമ്മുടെ അവിൽ മിൽക്ക് ഇത് അവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്ത് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ ഐറ്റംസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതെന്നുള്ളൂ. പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മിൽക്ക് അവിൽ, അതായത് അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 2 പേരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കുക. നല്ല ചൂടൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.